സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വ്യക്തിഗത സേവനങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗം എന്നുള്ളതിനെ പറ്റിയാണ്. ഭാവിയിൽ തങ്ങളുടെ സേവനങ്ങൾ ഏറ്റവും മികച്ച നേട്ടത്തിനായി മാർക്കറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ പുരുഷന്മാർ തൊഴിൽദാതാവും ജീവനക്കാരനും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കണക്കിലെടുക്കേണ്ടതുണ്ട്. ജീവനക്കാരനും തൊഴിൽദാതാവും തമ്മിലുണ്ടാകാൻ പോകുന്ന ഭാവിയിലെ ബന്ധം ഇനി പറയുന്നവ ഉൾപ്പെടുന്ന ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ രൂപത്തിലായിരിക്കും. തൊഴിൽദാതാവ്, ജീവനക്കാരൻ, അവർ സേവിക്കുന്ന പൊതുജനങ്ങൾ പേഴ്സണൽ സർവീസുകളെ മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ പുതിയ രീതിയെ പുതിയത് എന്ന് വിളിക്കുന്നത് നിരവധി കാരണങ്ങളാലാണ്. ഒന്നാമതായി, ഭാവിയിലെ തൊഴിൽദാതാവും ജീവനക്കാരനും സഹജീവനക്കാരായി പരിഗണിക്കപ്പെടും. അവരുടെ ബിസിനസ് എന്നത് പൊതുജനങ്ങളെ നന്നായി സേവിക്കുക എന്നതുമായിരിക്കും. മുൻകാലഘട്ടങ്ങളിൽ തൊഴിലുടമകളും ജീവനക്കാരും തമ്മിൽ അവർക്കിടയിൽ കൈമാറ്റങ്ങൾ നടത്തി. അവർ പരസ്പരം വിലപേശൽ നടത്തി പറ്റാവുന്ന നേട്ടങ്ങൾ പിടിച്ചെടുത്തു. പക്ഷേ അന്തിമ വിശകലനത്തിൽ അവർ യഥാർത്ഥത്തിൽ തങ്ങൾ സേവിക്കുന്ന ഒരു മൂന്നാം ശക്തിയുടെ അഥവാ പൊതുജനങ്ങളുടെ ചെലവിലാണ് വിലപേശൽ നടത്തുന്നതെന്ന കാര്യം അവർ ഓർമ്മിച്ചില്ല. ഇന്ന് കച്ചവടങ്ങളുടെ മുഖ്യമായ ആപ്തവാക്യങ്ങളായി വരുന്നത് മര്യാദയും സേവനവുമാണ്. അക്കാര്യം തൻ്റെ പേഴ്സണൽ സർവീസുകൾ വിൽക്കുന്നവനായ വ്യക്തിക്ക് തൻ്റെ തൊഴിലുടമയേക്കാൾ ബാധകമാകുന്നത്. കാരണം അന്തിമ വിശകലനത്തിൽ തൊഴിലുടമയും ജീവനക്കാരനും രണ്ടുപേരും അവർ സേവിക്കുന്ന പൊതുജനങ്ങളാൽ നിയമിക്കപ്പെട്ടവരാണ്. അവർ നന്നായി സേവനം നടത്തുന്നതിൽ പരാജയപ്പെട്ടാൽ അവർക്ക് അവരുടെ സേവനം നടത്തുന്നതിനുള്ള അവസരം തന്നെ നഷ്ടമാകുമെന്ന നിലയിൽ അവർ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഗ്യാസ് മീറ്റർ റീഡിംഗ് എടുത്തിരുന്നവർ വീടുകളിൽ വന്ന് ഗ്ലാസ് പാനലുകൾ തകർന്നു വീഴുന്ന മട്ടിൽ ഇടിച്ചിരുന്ന ഒരു കാലം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. വാതിൽ തുറക്കപ്പെടുമ്പോൾ അയാൾ ക്ഷണിക്കപ്പെടാതെ തന്നെ ഒരു തുറച്ചുനോട്ടവുമായി അകത്തേക്ക് ഇടിച്ചു കയറും. അയാളുടെ തുറച്ചുനോട്ടം വ്യക്തമായും വിളിച്ചു പറയുക, എന്തിനാണോ മനുഷ്യ ഇത്ര നേരമൊക്കെ പുറത്ത് കാത്തു നിർത്തിയത് എന്നായിരിക്കും. അതെല്ലാം ഇന്നാകെ മാറിയിരിക്കുന്നു. ആ മീറ്റർ റീഡിങ്ങുകാരൻ ഒരു മാന്യനെ പോലെ വന്ന് നിങ്ങൾക്ക് സേവനം നൽകുന്നതിൽ സന്തോഷമുണ്ട് സാർ എന്ന് പറയുന്ന മുഖഭാവത്തോടുകൂടെ പെരുമാറുന്നു. ഒരിക്കലും പൂർണ്ണമായി തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വലിയ ബാധ്യതകളാണ് തങ്ങളുടെ തുറച്ചു നോക്കുന്ന മീറ്റർ റീഡിങ്ങുകാരൻ വരുത്തിവെക്കുന്നതെന്ന് ഗ്യാസ് കമ്പനിക്കാർ മനസ്സിലാക്കുന്നതിന് മുമ്പേ ഓയിൽ കത്തിക്കാൻ നൽകുന്ന കമ്പനികളുടെ മര്യാദയുള്ള സെയിൽസ്മാൻമാർ കടന്നു വരികയും വമ്പിച്ച രീതിയിൽ ബിസിനസ് പിടിക്കുകയും ചെയ്തിരുന്നു. നെപ്പോളിയൻ ഹിൽ പറയുന്നു, മഹാമാന്ദ്യത്തിൻ്റെ കാലത്ത് കൽക്കരി വ്യവസായത്തെ ഏതാണ്ട് തകർത്ത് കളയാനിടയായ സാഹചര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഞാൻ പെൻസിൽവാനിയയിലെ ആന്ത്രസൈറ്റ് കൽക്കരി മേഖലയിലെ നിരവധി മാസങ്ങൾ ചെലവഴിച്ചിരുന്നു. കൽക്കരി കമ്പനിക്കാരും അവരുടെ തൊഴിലാളികളും തമ്മിൽ വമ്പിച്ച വിലപേശലുകൾ നടത്തുകയും അവയുടെ ഭാരം കൽക്കരിയുടെ മേൽ വെച്ചുകെട്ടുകയും ചെയ്തു പോന്ന ഒടുവിൽ തങ്ങൾ ഇരുകൂട്ടരും ചേർന്ന് എണ്ണ കത്തിക്കുന്ന സംവിധാനങ്ങളുടെ നിർമ്മാതാക്കൾക്കും ക്രൂഡ് ഓയിൽ ഉൽപ്പാദകർക്കും അതിശയകരമായ ഒരു ബിസിനസ്സാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നതെന്ന് അറിയുന്നതുവരെ അത് തുടർന്നു. തങ്ങളുടെ പേഴ്സണൽ സർവീസുകൾ മാർക്കറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരാൻ കാരണം നാം ഇന്നെവിടെയാണോ അവിടെയായിരിക്കുന്നതും നാം എന്താണോ അതായിരിക്കുന്നതും നമ്മുടെ സ്വഭാവത്തിൻ്റെ ഫലമായാണെന്ന് കാണിക്കാനാണ്. ബിസിനസ്, ഫൈനാൻസ്, ട്രാൻസ്പോർട്ടേഷൻ എന്നിവയെല്ലാം ബാധിക്കുന്ന ഒരു കാര്യകാരണ തത്വമുണ്ടെങ്കിൽ അതേ തത്വം തന്നെ വ്യക്തികളെയും നിയന്ത്രിക്കുകയും അവരുടെ സാമ്പത്തിക പദവിയെ നിർണ്ണയിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിൽ വ്യക്തിഗത സേവനങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന കാര്യങ്ങൾ.